പ്രധാന അധ്യാപകരില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾ. അധ്യയന വർഷം തുടങ്ങി 1.5 മാസം കഴിഞ്ഞിട്ടും സംസ്ഥാനത്തെ 248 സർക്കാർ സ്കൂളുകളിൽ പ്രധാന അധ്യാപകരില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകരുടെ പ്രമോഷൻ നടപടികൾ വൈകിപ്പിക്കുന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. സ്കൂളുകളുടെ ദൈനംദിന ഭരണത്തെയും പഠന പ്രവർത്തനങ്ങളെയും ഇത് സാരമായാണ് ബാധിക്കുന്നത്. പ്രശാന്തേ, അപ്പോൾ ഈ എല്ലാ അധ്യാപകരും പ്രധാന അധ്യാപകരും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും ഒരു സ്കൂളിലെ കാര്യങ്ങൾ നടന്നു പോവുക എന്ന് പറയുന്നത് കഷ്ടമാണ്. അല്ലെങ്കിൽ എത്ര പേരുണ്ടായാലും ഈ കുട്ടികളെ നോക്കാനായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന പ്രയാസമുള്ള കാര്യമാണ്. അപ്പോഴാണ് ഈ പ്രധാന അധ്യാപകരില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അത് 1-2 സ്കൂളുകളിലല്ല, 200-ലധികം സ്കൂളുകളിലെ അവസ്ഥയാണത്. എന്തുകൊണ്ടാണ് ഈ ഒരു താമസം? ഈ പ്രമോഷൻ നടപടികൾ അങ്ങ് ചെയ്താൽ തീരാവുന്ന ഒരു പ്രശ്നമല്ലേ ഉള്ളൂ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് വൈകിപ്പിക്കുന്നത്? പ്രശാന്ത്. ആതിര, വിനോദ്, അധ്യയന വർഷം ആരംഭിച്ചു. ഇത്തരത്തിൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. പല സ്കൂളുകളിലും വിദ്യാർത്ഥികൾ ഓണപ്പരീക്ഷയോട് അടുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നത്. പ്രധാനാധ്യാപകരില്ലാതെയാണ് ബുദ്ധിമുട്ടുന്നത്. നമുക്കറിയാം, പ്രധാനാധ്യാപകർ വലിയ അവരുടെ പേപ്പർ വർക്കുകളടക്കം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സ്കൂളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നോക്കുന്നതെല്ലാം പ്രധാനാധ്യാപകരാണ്. എന്നാൽ ഈ പ്രധാനാധ്യാപകരില്ലാതെ വന്നതോടുകൂടി തന്നെ സ്കൂളുകളിലെ അടക്കം കാര്യങ്ങളിൽ പ്രതിസന്ധി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കണക്കുകൾ നമ്മൾ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ 29 സ്കൂളുകളിൽ, അതോടൊപ്പം തന്നെ കണ്ണൂർ 19, വയനാട് 11, മലപ്പുറം ജില്ലയിൽ 17, പാലക്കാട് 15, തൃശ്ശൂർ 19, എറണാകുളം 38, ഇടുക്കി 37, കോട്ടയം 25, ആലപ്പുഴ 17, പത്തനംതിട്ട 11, കൊല്ലം 7, തിരുവനന്തപുരം 3. ഈ സ്കൂളുകളുടെയാണ് ഇത്രയും സ്കൂളുകളിൽ, ഈ 14 ജില്ലകളിലെയും സ്കൂളുകളിലും ഇത്തരത്തിൽ പ്രധാനാധ്യാപകരില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഏകദേശം കണക്കുകൾ നമ്മൾ ഈ മുഴുവൻ കണക്കുകളും ജില്ലകളിലുള്ള ഇത്തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന മുഴുവൻ കണക്കുകൾ നോക്കുമ്പോൾ ഏകദേശം 200-ലധികം സ്കൂളുകളിൽ ഇത്തരത്തിൽ പ്രധാനാധ്യാപകരില്ലാതെ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. ഇത് വലിയ ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പാഠ്യപദ്ധതിയുടെ അടക്കമുള്ള ഏകോപനങ്ങൾ നടത്തണം, അതോടൊപ്പം തന്നെ ഓണപ്പരീക്ഷ അടക്കം വരുന്നു. പല കാര്യങ്ങളും ആ സ്കൂളുകളിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ പ്രധാനാധ്യാപകരില്ലാതെ വന്നതോടുകൂടി തന്നെ വലിയ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. സർക്കാരിൽ നിരന്തരം പരാതി പറഞ്ഞെങ്കിൽ പോലും അതിൻ്റെ നടപടിക്രമങ്ങളിലേക്കൊന്നും ഇതുവരെ കടക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ പ്രമോഷൻ നടപടികളടക്കം, അതിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട നടപടികൾ അത് വൈകിപ്പിച്ചതാണ് ഇത്തരത്തിൽ ഈ ഓരോ സ്കൂളുകളിലേക്കും എത്തുന്ന അധ്യാപകരെ, അല്ലെങ്കിൽ അത് പ്രധാനാധ്യാപകരെ നിയമിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്നത്, തടസ്സമായി നിൽക്കുന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഇതിനൊരു സാങ്കേതിക പ്രശ്നമെന്ന് ഇതുവരെ അധികൃതരും പറയുന്നില്ല. കാരണം ഇത്തരത്തിൽ പ്രമോഷൻ നടപടികൾ അതായത് ഇതിന് ഉള്ള ഒരു തടസ്സം എന്താണെന്നുള്ളത് സത്യത്തിൽ ഇപ്പോഴും അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. ഈ രക്ഷിതാക്കൾ ഇല്ലാത്ത ഒരു വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും കുട്ടികളുടെ? അതുപോലെ തന്നെയായിരിക്കില്ലേ ഒരു പ്രധാന അധ്യാപകരില്ലാത്ത സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥ? അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ വൈകും അല്ലെങ്കിൽ മുടങ്ങും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെ കൂടിയാണ്. അതുകൊണ്ട് ഇതിലേക്ക് ഒരു ശ്രദ്ധ ആവശ്യമാണ്, ഉണ്ടാവേണ്ടതാണ്.